പ്രധാന തലക്കെട്ടുകൾ നോക്കാം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ക്രൈംബ്രാഞ്ച് കേസിൽ നടപടികൾ ഉടൻ. പരാതി ഉന്നയിച്ച യുവതികളുടെ മൊഴിയെടുക്കും. ഉടൻ നോട്ടീസ് നൽകും. പ്രത്യേക ക്രൈംബ്രാഞ്ച് സംഘത്തെ ഇന്ന് തീരുമാനിച്ചേക്കും. രാഹുൽ ഗർഭചിത്രം നടത്താൻ നിർബന്ധിച്ച് യുവതിയെ കണ്ടെത്താനും നീക്കം. പാലക്കാട്ടും തിരുവനന്തപുരത്തും ഇന്നലെ രാത്രി സംഘർഷം. യൂത്ത് കോൺഗ്രസിന്റെ ക്ലിഫ് ഹൌസ് മാർച്ചിന് നേരെ ജലപീരങ്കി. കെ രമയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ മാർച്ചും. ഷാഫി പറമ്പിൽ ഇന്ന് പാലക്കാട്ട്. കാസർഗോഡ് അമ്പലത്തറയിൽ അച്ഛനും അമ്മയും മകനും ആത്മഹത്യ ചെയ്തു. ആസിഡ് കഴിച്ച് കുടുംബത്തിലെ 3 പേർ ജീവനൊടുക്കി. മറ്റൊരു മകന്റെ നില അതീവ ഗുരുതരം. കടുത്ത സാമ്പത്തിക ബാധ്യതയാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന സൂചന. പറക്കളായി 2ാം പുളിക്കാലിലെ ഗോപി, ഭാര്യ ഇന്ദിര, മകൻ രാജേഷ് എന്നിവരാണ് മരിച്ചത്. അമേരിക്കയുടെ അധിക ചുങ്കം നേരിടാൻ നടപടികളുമായി ഇന്ത്യ. 40 രാജ്യങ്ങളിലേക്ക് കയറ്റുമതി വർദ്ധിപ്പിക്കാൻ നീക്കം. മോദി ഇന്ന് ജപ്പാനിൽ, നാളെ ചൈനയിലെത്തും. അമേരിക്കയിലെ മിനിയാപോളിസിൽ സ്കൂളിൽ വെടിവെപ്പ്. 2 കുട്ടികൾക്ക് ദാരുണാന്ത്യം, 17 പേർക്ക് പരുക്ക്. ട്രാൻസ്ജെൻഡറായ അക്രമി ജീവനൊടുക്കി. താമരശ്ശേരി ചുരത്തിൽ വീണ്ടും ഗതാഗത നിയന്ത്രണം. ലക്കിടിയിലും അടിവാരത്തും വാഹനങ്ങൾ തടയുന്നു. കല്ലുകൾ വീണ്ടും റോഡിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണിത്. 9ാം വളവിൽ വീണ്ടും മണ്ണിടിയുന്നുണ്ട്. കൂടുതൽ പരിശോധന നടത്തിയ ശേഷമേ റോഡ് തുറന്നുകൊടുക്കൂ. ജമ്മുകശ്മീരിൽ മഴക്കെടുതി അതിരൂക്ഷം. മരണം 41ആയി. നൂറ്റാണ്ടിലെ ഏറ്റവും ഉയർന്ന മഴയാണ് ജമ്മുവിൽ രേഖപ്പെടുത്തിയത്. രക്ഷാപ്രവർത്തനം തുടരുന്നു. ഹിമാചലിലും പഞ്ചാബിലും മഴക്കെടുതി രൂക്ഷം. ബിയാസ് നദി കരകവിഞ്ഞതിനെ തുടർന്ന് ഹിമാചൽ പ്രദേശിൽ ചണ്ഡീഗഡ് മണാലി ദേശീയപാതയുടെ ഒരു ഭാഗം ഒലിച്ചുപോയി. ഡൽഹിയിൽ യമുന നദിയിലെ ജലനിരപ്പ് അപകടകരമായ നിലയിലേക്ക് ഉയർന്നു. സംസ്ഥാനത്ത് വീണ്ടും മഴ മുന്നറിയിപ്പ്. 6 വടക്കൻ ജില്ലകളിൽ യെല്ലോ അലർട്ട്. മറ്റ് ജില്ലകളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. സൂരജ് ഡയമണ്ട് ലീഗിൽ മെഡൽ പ്രതീക്ഷയുമായി നീരജ് ചോപ്ര ഇന്നിറങ്ങും. മത്സരം ഇന്ത്യൻ സമയം രാത്രി 11:15.